ഹലോ, നമുക്കിന്നൊരു ബട്ടർ കുക്കി ഉണ്ടാക്കാം. അത് 3 സാധനം കൊണ്ട്. ആദ്യം തന്നെ 100 gram അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മെല്ലനായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിനി പഞ്ചസാര പൊടിച്ചതാണ്. കുറച്ചായിട്ട് നമുക്കതും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യേ. വേണമെങ്കിൽ നമുക്കതൊന്ന് നട്ട്സിൻ്റെ ഒക്കെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ആഡ് ചെയ്തില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ആയിക്കഴിഞ്ഞ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലവർ പൊടി, ഓൾ പർപ്പസ് ഫ്ലവർ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഡോ ആക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, അധികം ലൂസ് ആവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. കാണിച്ചത് പിന്നെ ഞാൻ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണമൊന്ന് കുഴക്കാം. സ്പൂണോണൊന്നും ശരിയാവില്ല, അതുകൊണ്ട് കൈ കൊണ്ട് വയ്ക്കാം. ഇതാ കണ്ട, ഇതാണ് നമ്മൾ ഈ ഒരു ഡോവിൻ്റെ ഒരു ടെക്സ്ചർ. നമുക്കിതൊന്ന് അതിനൊന്ന് ഇത് ഷേപ്പാക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഇന്ന് എയർ ഫ്രയറിലും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. വേണമെങ്കിൽ ബട്ടർ പേപ്പറിലൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും ആക്കുന്നില്ല, ചെറുങ്ങനെ ഒന്നും കഴിയുന്നില്ല, അതുകൊണ്ട് ചെറുങ്ങനെ ആക്കുന്നു. പിന്നെ ഒരു ഗ്യാപ്സ് വെച്ചിട്ട് വേണേ നമുക്ക് ഞാൻ ഇത് നട്ട്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് നട്ട്സാണ് ആഡ് ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. നല്ലോണം വെക്കാം, കുറച്ച് വെക്കാനും പറ്റും. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതാ നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്സൊക്കെ വെക്കണേ. ഇതാണ് ഞാൻ കുറച്ചും കൂടി നല്ലോണം നട്ട്സൊക്കെ വെക്കുന്നത്. നല്ലോണം നട്ട്സ് എടുക്കട്ടെ, കുറേ ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വെക്കണം, അല്ലെങ്കിൽ ഇത് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്സിൽ വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇത് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ബിസ്ക്കറ്റ് പോലെ ആവുന്നതുകൊണ്ട് നമുക്കിതിന് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഒട്ടിപ്പിടിക്കും. നമുക്ക് ബട്ടറല്ലേ, അപ്പം നമ്മൾ ചൂടുവെള്ളം ഇതൊന്ന് മെൽട്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പായിട്ട് വെച്ച് കൊടുക്കാം. ഒന്നും കൂടി ഇതാ ഗ്യാപ്സൊക്കെ വേണം. ഇതാ ഞാൻ ഇങ്ങനെയാണ് കുറച്ചും കൂടി നല്ല ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് എയർ ഫ്രൈക്ക് വെക്കാം. ഞാൻ മെല്ലനെ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഷേപ്സാണ്. തട്ടിയ പോയില്ലേ, ഞാൻ മെല്ലനെ വെക്കുന്നുണ്ട്. പിന്നെ ഗ്യാപ്സ് മറക്കരുത്, അത്യാവശ്യം. നമുക്കിത് എയർ ഫ്രൈയിലേക്ക് വെക്കാം. ഇതിൻ്റെ ടെമ്പറേച്ചർ 12 മിനിറ്റ് 120 ഡിഗ്രി മാറിപ്പോയി 120 ആണ്. 120 ഡിഗ്രിയിൽ ഒരു 10 to 12 മിനിറ്റാണ്. നിങ്ങൾക്ക് ആയിട്ട് ബാക്കിൽ ഒന്നും വേവാത്ത പോലെ കണ്ടിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് വേണമെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ വെക്കാം. എനിക്ക് അങ്ങനെയൊന്നും ആവില്ല, നല്ലതാണ്. എന്താ ഞാൻ മെല്ലനെ എടുക്കുന്നത്, നല്ല ചൂടൊക്കെ ഉണ്ട്. മെല്ലനായിട്ട് എടുത്ത് വെക്കുന്നത്, നല്ല ചൂടുണ്ട്. പിന്നെ നല്ല ആദ്യം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പിന്നെ ആവും. ഇതാണ് നമ്മൾ ബട്ടർ കുക്കി. ഓക്കെ.